അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു തന്നെ പറഞ്ഞിരണ്ട യാ ഇബാദി ലാ ഖൗഫുൻ അലൈകുമുൽ യൗമ വലാ അൻതും തഹ്സനൂൻ. അല്ലാഹു പറയുകയാണ് യാ ഇബാദി, എന്റെ അടിമകളെ, എന്റെ അടിമകളെ, എന്റെ അടിമകളെ, എന്റെ അടിമകളെ, യഥാർത്ഥത്തിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹു ഏകനായ പടച്ചതമ്പുരാൻ, ഈ അഖിലലോക ബ്രഹ്മാണ്ഡ കടാഹത്തിന്റെ ഉടമസ്ഥനായ പടച്ചതമ്പുരാൻ അവന്റെ അടിമകളെ, അവന്റെ പടപ്പുകളെ വിളിക്കുമ്പോ യഥാർത്ഥത്തിൽ ഈ ലോകത്ത് നമുക്ക് കിട്ടേണ്ട ഏറ്റവും വലിയ ബഹുമതിയേടാ. ആ നാട്ടിലെ ഏറ്റവും വലിയ സമ്പന്നനെന്നല്ല, ആ നാട്ടിലെ ഏറ്റവും വലിയ സുന്ദരനെന്നല്ല, പെങ്ങളെ ആ നാട്ടിലെ ഏറ്റവും വലിയ സൗന്ദര്യമുള്ളവളെന്നല്ല. അല്ലാഹുവിന്റെ ഖുർആൻ തന്നെ പറയുകയാ യാ ഇബാദി, യാ ഇബാദി, യാ ഇബാദി, എന്റെ അടിമകളെ, എന്റെ അടിമകളെ, എന്റെ അടിമകളെ എന്ന് പടച്ചിറപ്പ് വിളിക്കുമ്പോ ആ വിളിക്കുള്ളിലെങ്ങാനും പെടാൻ ഭാഗ്യം ലഭിച്ച, അതുകൊണ്ടല്ലയോ ഈ ലോകത്തൊരു മനുഷ്യന് കിട്ടുന്ന ഏതനുഗ്രഹം കയ്യിൽ കിട്ടിയാലും, ഏത് ബഹുമതി കിട്ടിയാലും, ഏതൊക്കെ അവസ്ഥയിലോട്ട് കിടന്നു പോയാലും ആ ബഹുമാനപ്പെട്ട ഖാദിയാദ് റളിയല്ലാഹു തആല അൻഹു ആകാശലോകത്ത് വിശാലമായ നിശീതിനിയുടെ നിശബ്ദതയിൽ തത്തിക്കളിക്കുന്ന താരകങ്ങൾ നോക്കിയിട്ട് ആകാശത്തെപ്പോഴും കൗതുകം നൽകുന്ന കാർത്തിക നക്ഷത്രത്തെ ചൂണ്ടിക്കാണിച്ചിട്ട് ബഹുമാനപ്പെട്ട ഖാദിയാദ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞിരണ്ട വമിമ്മാ സാദനി ശറഫൻ വതീഹാ വസിത്തു ബിയഖ്മസയ്യത തുറയ്യ دخولي تحت قولك يا عبادي وان سيرت احمد لي نبيا. ബഹുമാനപ്പെട്ട ഖാദിയാദ് റളിയല്ലാഹു തആല അൻഹു ഈ ലോകത്ത് ജീവിച്ചിരിക്കുന്ന സൂഫികളിൽ പ്രധാനിയായ, തത്തുല്യമായി മറ്റൊരാളെ ചൂണ്ടിക്കാണിക്കാൻ ആളുകളില്ലാതെ പോയ സൂഫി ചക്രവാളത്തിന്റെ താര പദവി അലങ്കരിച്ച ഖാദിയാദ് റളിയല്ലാഹു തആല അൻഹു ആകാശത്ത് മിന്നിത്തിളങ്ങുന്ന അപൂർവമായി മാത്രം കാണപ്പെടുന്ന കാർത്തിക നക്ഷത്രത്തെ ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞവത്രേ വമിമ്മാ സാദനി ശറഫൻ വതീഹാ, ഈ ദുനിയാവിലെ ഏറ്റവും വലിയ ബഹുമതി എനിക്ക് കിട്ടുന്നതിനേക്കാളേറെ, ആളുകൾ മുഴുവനും എന്നെ പുകഴ്ത്തി പറയുന്നതിനേക്കാളേറെ, എന്നിട്ട് പറയുകയാ ഈ ഭൂമിയിൽ ഒരു മനുഷ്യൻ ലഭിക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹമേടാ, അവൻ ഈ ലോകത്ത് പ്രസിദ്ധനാകുന്നതിനേക്കാളേറെ ആകാശത്തിൽ കാണുന്ന കാർത്തിക നക്ഷത്രത്തെ എന്റെ കൈവെള്ളയിൽ വെച്ചു തരുന്നതിനേക്കാളേറെ എന്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന നേരെന്നറിയോ, അദ്ഖൂലി തഹത ഖൗലിക യാ ഇബാദി وعن سيرت أحمد لي نبيا. നാളെ പടച്ചതമ്പുരാൻ എന്റെ അടിമകളെ, എന്റെ അടിമകളെ, എന്റെ അടിമകളെ എന്ന് പടച്ചറപ്പ് വിളിക്കുമ്പോ ആ അടിമയായി പടച്ചറപ്പിന്റെ വിളിയുടെ ഉള്ളിൽ പെടുന്ന, ഓ പടച്ചറപ്പിന്റെ നാദധാരയിൽ പെടുന്ന ഒരടിമയായി ഭൂലോകത്ത് ജീവിക്കാൻ കഴിഞ്ഞ, മാത്രമല്ല വാൻ സയ്യറത്ത് അഹ്മദ് അലി നബിയാ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തികളിൽ പെടാൻ കഴിയുക രണ്ട് ഭാഗ്യമാണ്, രണ്ട് സൗഭാഗ്യമാണ്, രണ്ട് സൗഭാഗ്യമാണ് ഒരു മനുഷ്യന് ജീവിതത്തിൽ കിട്ടുന്ന ഏറ്റവും വലിയ സൗഭാഗ്യമെന്ന്. ഒന്ന്, അള്ളാഹു എന്റെ അടിമകളെ എന്ന് വിളിക്കുമ്പോ ആ വിളിയിൽ പെടുന്ന ഒരടിമയായി മാറാൻ കഴിയുക. രണ്ട്, ആദരവായ പ്രവാചകൻ നബിയുനാ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓ പ്രവാചകന്റെ ഉമ്മത്തികളായി പെടാൻ കഴിയുക. അള്ളാഹു നമുക്ക് ആ രണ്ട് തൗഫീഖും അള്ളാഹു നൽകി അനുഗ്രഹിക്കും.